നിങ്ങ എന്തേലും അറിയുന്നുണ്ടോ? മമ്മ പൊളിയല്ലേന്നാ? ഓ അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? ഫ്രീ ഫയർ ഈ പബ്ജി പോലത്തെ ഗെയിമൊന്നും ഞാൻ കളിക്കൂലേ. മമ്മൂന് അത് തീരെ ഇഷ്ടമല്ല. ഞാൻ ചത്താലും എന്റെ കസേര നിനക്ക് വിട്ടു തരില്ല. എന്റെ മോൻ അത് സ്വപ്നം കണ്ട് ഞെളിയണ്ട. നീ എന്ത് ധൈര്യത്തിലാടാ ഇത് ചെയ്യിപ്പിച്ചേ? കണ്ണൂർ അധികം വീട് വെച്ചാൽ ഓടിട്ട് വീടിന് പുറത്തായിരിക്കും ബാത്റൂം ഉണ്ടാവും, ഉള്ളില് പുറത്തുനിന്ന് പോയി ഉള്ളു. എല്ലാരും വിളിച്ചിട്ട് മമ്മൂന്റെ കേസ് പറയും. ഇവൻ കണ്ട് ഇന്റർവ്യൂ പോയിട്ട് തന്തയില്ലാത്തതിനെ വിളിച്ച് പറഞ്ഞില്ലേ, കുളിച്ചിന് ഒളിഞ്ഞു നോക്കി അത് ഇതൊന്നും പറഞ്ഞിട്ട്. ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ, അപ്പ കാണും മാർക്ക്. എടാ പുറത്താക്കാൻ ആൾക്കാർ നിന്നെ പുറത്താക്കാൻ പറഞ്ഞു, മാനേജ്മെന്റ് പുറത്താക്കാൻ. എന്നോട് പറഞ്ഞില്ല, നീ അങ്ങോട്ട് നോക്കി പറഞ്ഞു. എന്നെ സംശയിക്കരുത്. നീ കരച്ചിൽ നിർത്തും. നീ എക്സ്പ്ലെയിൻ എന്താണ് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ആൾക്കാർ പറയുന്നത്. നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഏതിന്റെ ദേഹം അനങ്ങരുതല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? എന്നിട്ട് നീ മുള കുത്തിച്ചാടി അയൽവക്കത്തെ മേനോന്റെ ഭാര്യയുടെ കുളി കണ്ടില്ലേ? ഇത് നീ ആക്ട് ചെയ്യുന്നതാണോ നമുക്ക് സംശയമുണ്ട്. തന്റെയും തിമ്മേന്റെയും കള്ളക്കളികളെല്ലാം ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നീ ഓർത്തു നോക്കി, മേനോന്റെ ഭാര്യയുടെ കുളി കണ്ടില്ലേ? ദാമു അനാവശ്യം പറയരുത്. ഇതിനങ്ങനെ ചെയ്തു, അങ്ങനെ എന്തിനാണ് പോയി പറഞ്ഞു? നിനക്ക് എന്തോ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നമാ? നിനക്ക് ഏതായാലും ദേഹാനിങ്ങളുടെ ജോലി പറ്റൂലല്ലോ, പട്ടച്ചെലവിനുള്ള കാശ് വേണ്ടേ? ആടെ ഇരിക്കും. നിന്നെ ഞാൻ പുറത്താക്കിയിട്ടൊന്നുമില്ലല്ലോ. നീ ഇങ്ങനെ ഓവർ കളിക്കല്ലേ, നിന്റെ ആക്ടിംഗ് ഒന്നും ഇവിടെ എടുക്കല്ല. മനസ്സിലായോ? ചവിട്ടി എന്റെ നട്ടലൊടിച്ചോളെ. മനസ്സിലായി? മനസ്സിലായേ? വേറെ ഒരു വർത്താനവും ഇല്ല. ഓക്കെ, കൊണ്ടുപോ മുനോ കൊണ്ടുപോ. മേലാൽ ഈ കോമ്പൗണ്ടിൽ കടക്കയോ ഈ ഫോണിൽ തൊടുക ചെയ്താൽ അച്ഛൻ കരുതുന്ന വരെ ഒറ്റക്കാലം ഞൊണ്ടിപ്പോ. നേര് പറയൂല, അയാൾ ഒരു ഫ്രാഡാ. അവന്റെ പഞ്ചാര വാക്ക് കേട്ട് പെണ്ണുങ്ങൾ മയങ്ങിപ്പോവും. നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലേ? നമ്മൾ സ്ട്രൈറ്റാ. എന്നെ പോലൊരു ശില്പിക്ക് അവിടെ പറ്റിയതെല്ലാം തോന്നി ആയുധമെടുത്ത് സ്ഥലം കാലിയാക്കി സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി. ഇപ്പൊ നല്ല ബുക്കിംഗ്. തൊപ്പി എവിടെയെന്ന് ചോദിക്കുന്നുണ്ടല്ലേ. ഞാൻ ഒരു ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാം, തൊപ്പി ഇല്ല മോനെ. ഇതെന്റെ ലൈവാണ്, ഇതെന്റെ ചാനലിൽ ഞാൻ വന്ന ലൈവാ. കടച്ചിലല്ല, കൈപ്പണിയാ, കൈപ്പണി. ഇന്നേ വരെ നീ എനിക്കിട്ട് തന്നിട്ടുള്ള എല്ലാ പണിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണണം. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. ആർശമുട്ടി അപ്പുക്കുട്ടനോട് കളിക്കരുത്, കളിച്ചാ കളി പഠിപ്പിക്കും. കാണാം.